അപ്പോൾ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. മൈ സ്റ്റോർ എന്നുള്ള ഭാഗത്ത് നോട്ടിഫിക്കേഷൻ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യാം. ആദ്യത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിന് പ്രൊഡക്റ്റിന്റെ ഇമേജ് ആദ്യം കൊടുക്കുക. കോഫി ഇമേജ് അപ്ലോഡ്, 1, 2, 3 ഇമേജുകൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അപ്ലോഡ് ചെയ്യാം. പ്രൊഡക്റ്റിനൊരു പേര് കൊടുക്കുക. പ്രൊഡക്റ്റിന്റെ പേര് പ്രൊഡക്റ്റ് ഐ ഡി, സ്റ്റോറിന്റെ കാറ്റഗറി ബേക്കറി കേക്ക് ഷോപ്പാണ്. അതിൽ ഏത് ഐറ്റം ആണെന്നുള്ളത് ആഡ് കാറ്റഗറി ചെയ്യാം. ബിസ്ക്കറ്റ് സേവ് ചെയ്യാം. വീണ്ടും സെലക്ട് ചെയ്യാം. ബിസ്ക്കറ്റ് സേവ് ചെയ്തു. അതിൻ്റെ പ്രൈസ് 180. ക്വാണ്ടിറ്റി ഒരു പാക്കാണ്. ഒരു പാക്കിന് അല്ലെങ്കിൽ ഒരു ടിന്ന് ഏതാണോ എന്നുള്ളത്. യൂണിറ്റ് ടൈപ്പ് ആധാറിലാണുള്ളത്. സെലക്ട് യൂണിറ്റ്, ഒരു പാക്ക്, പാക്സ്, പാക്കറ്റ്, കപ്പ്, ഒരു പാക്കറ്റ്. ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതുക. അതിൻ്റെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ അതിവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക. ശേഷം ആഡ് പ്രൊഡക്റ്റ് അമർത്തുക. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സക്സസ്ഫുള്ളി ആഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മളെ ഷോപ്പുകൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇതേപോലെ തന്നെ വീണ്ടും നമ്മുടെ സ്റ്റോപ്പർ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു കഴിഞ്ഞ് നമ്മൾ സ്റ്റോർ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതോടുകൂടി ഇവിടെ പുതിയ ഓർഡർ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സെയിൽ നടന്ന റിപ്പോർട്ടുകൾ ഇവിടെ കിട്ടും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ്, നിങ്ങളുടെ ഷോപ്പിന്റെ സ്റ്റാറ്റസ് ഇവിടെ അവൈലബിൾ ആണ്. ഇൻകം, നിങ്ങൾക്ക് വന്നിട്ടുള്ള ഇൻകം, അത് ഇവിടെ നമുക്ക് മാനുവലായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നിങ്ങളിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ എക്സ്പെൻസ് രേഖപ്പെടുത്താനുള്ളതാണിത്. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ബൾക്കായിട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതല്ല, പ്രൊഡക്റ്റിന്റെ ബാക്കി കാര്യങ്ങളായി പ്രൊഡക്റ്റ് എന്നുള്ള സ്ഥലത്ത് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങൾ. എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അത് പുതിയ ഇമേജുകൾ അപ്ലോഡ് ചെയ്യണമെങ്കിലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇവിടെ എഡിറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യാം, അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി ബൾക്കായിട്ടാണ് പ്രൊഡക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു എന്താ ക്ലൗഡ് ബട്ടൺ ഉണ്ട്. ക്ലൗഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിന് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ CSV ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളെ അത് ഒരു എക്സൽ ഫയലായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ എന്താണ്, ഇത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇത് നമുക്ക് ആദ്യം എക്സൽ ഫയലിലേക്ക് ഇത് മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ കോളത്തിലുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാം. ഇവിടെ പ്രൊഡക്റ്റിന്റെ ഇമേജ് ആണ്. ഇമേജിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇമേജ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇമേജ് ഉള്ളത്. ഈ ഇമേജ് നമ്മൾ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ സിംഗിൾ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം ഓരോ ഇമേജുകളും. എന്നിട്ട് ഒരു ഇമേജിന് ഒരു പേര് കൊടുക്കുക. തൽക്കാലം പ്രൊഡക്റ്റ് 1 എന്ന് കൊടുക്കുന്നു. ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. അത് അപ്ലോഡ് ചെയ്തു. യെസ്. ഓക്കെ. ഡിലീറ്റ് ആണ്, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. അടുത്ത ഇമേജ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഓരോ ഇമേജുകൾ എത്രയാണെങ്കിലും അത് സിംഗിൾ ആയിട്ട് ഇവിടെ ആദ്യം മൊബൈലിൽ തേമസ് ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ആ പേരായിരിക്കണം ഇമേജിന്റെ സെക്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്.
ഇവിടെ വീണ്ടും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഇനി ബൾക്ക് അപ്ലോഡ് എന്നുള്ളിടത്തേക്ക് വരേണ്ടത് നമ്മൾ നേരത്തെ പിന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പിൾ എക്സൽ ഫയലിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് പേര് എഴുതുക. പ്രൊഡക്റ്റിന്റെ ഇമേജ് കൊടുക്കുന്നിടത്ത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ ഇമേജിൽ കൊടുത്തിട്ടുള്ള പേര് തന്നെ കൊടുക്കണം. കോപ്പി, അതേപോലെ തന്നെ പ്രൊഡക്റ്റ്, ഈ രണ്ട് പേരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് അതേപോലെ തന്നെ മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കണം. ശേഷം ഇത് സേവ് ചെയ്യാം. അത് ലാപ്ടോപ്പിൽ ചെയ്യാം. ഇനി ബൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള CSV ഫയൽ അപ്ലോഡ് ചെയ്യുക. അതിന് അപ്ലോഡ് യുവർ CSV എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ സേവ് ചെയ്തിട്ടുള്ള CSV ഫയൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യാൻ ഈ ബൾക്ക് പ്രൊഡക്റ്റ് ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. നമ്മളെ പ്രൊഡക്റ്റ് ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോവാം. ഇത്രയും പ്രൊഡക്റ്റുകൾ അവിടെ ആഡ് ആയിട്ടുണ്ട്. 11 പ്രൊഡക്റ്റുകൾ. ഇനി ഇത് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം. 11 പ്രോഡക്റ്റ് നമ്മൾ ഷോപ്പ് നമ്പർ എടുത്താൽ നമ്മളെ ഷോപ്പ് ഇവിടെ ഡിസ്പ്ലേ ആവും. ഇപ്പോൾ നമ്മളെ ഷോപ്പ് മാർക്കറ്റിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മളെ ലൊക്കേഷൻ, ടൈം, കാര്യങ്ങൾ, പ്രൊഡക്റ്റുകൾ, യെസ്, സാധനങ്ങളൊക്കെ അവൈലബിൾ.